നാട്ടുകാർ വിശ്വസിക്കുക, അല്ലെങ്കിൽ നാട്ടുകാരത് പരിഹാസത്തോടെ എടുക്കുകയാണ് ചെയ്യുക. അതൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പം നമ്മുടെ സർക്കാർ എന്താണ് ഈ പരിപാടിയുടെ ടോട്ടൽ എന്താണ്? ഞങ്ങളുടെ സർക്കാർ അടിപൊളി സർക്കാരാണ് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി കോടികൾ ചിലവഴിക്കുകയാണല്ലോ. ഇപ്പം പറഞ്ഞാൽ ഇത്ര 15 കോടി ഫ്ലക്സ് അടിക്കാൻ തന്നെ 25 കോടി മറ്റ് പ്രചാരണ പരിപാടികൾക്ക്, പിന്നെ ഈ പറയുന്ന വേദികളും പരിപാടികളും ഫോട്ടോ സെഷൻസും പിന്നെ എന്താണ് പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും. ഇതേ കാര്യമല്ലേ കഴിഞ്ഞ തവണ ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് അത് എമ്മാതിരി എന്താ പറയുക ബാക്ക് ഫയർ ഇതൊന്നും അതവർ മനസ്സിലാക്കുന്നില്ലേ? അതിനെപ്പോലെ ട്രോളപ്പെട്ടൊരു പദ്ധതി സർക്കാരിന് ഉണ്ടായിട്ടില്ലല്ലോ, പരിഹാസ്യമായൊരു പരിപാടി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ സൈഫ് പറഞ്ഞ മാതിരി ഒരു പക്ഷത്ത് സർക്കാർ തന്നെ പറയുന്നു കാശില്ല, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന്. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ സർക്കാർ അടിപൊളി സർക്കാരാണെന്ന് പറയാൻ വേണ്ടി കോടികൾ ചിലവഴിക്കുക. ഒരാൾ സൈഫിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ നിരന്തരം ഞാനത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ വാല്യൂ കുറക്കണത്? സൈഫിൻ്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുക, കുറക്കുകയാണ് ചെയ്യുക. ഇതെന്താ മനസ്സിലാക്കാത്തത്? ഇത് ആളുകൾ പരിഹാസത്തോടുള്ള എടുക്കുള്ളൂ. ഇപ്പോൾ ജനങ്ങൾ ഇത് ഞങ്ങൾ അടിപൊളി സർക്കാരായിരുന്നു എന്ന് ജനങ്ങളോട് ഇങ്ങനെ ഇത്രയും തുക മുടക്കി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ഒരു പരാജയമല്ലേ? യഥാർത്ഥത്തിൽ അടിപൊളി സർക്കാരായിരുന്നു, ഗംഭീര സർക്കാരായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും തുക മുടക്കി പറയേണ്ടതുണ്ടോ? ജനങ്ങളത് ഫീൽ ചെയ്യൂലേ? ജനങ്ങളത് നേരിട്ട് അനുഭവിക്കുന്നൊരു കാര്യമല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രയും തുക മുടക്കി ഇതിങ്ങനെ പറയേണ്ടി വരുന്നു. അതിനുവേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും പരിവാരവും ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ പോകുന്നു എന്നൊരു സംഗതി തന്നെ ഒരു പരാജയമാണ്. പിന്നെയാണ് ഇതിന് തുക മുടക്കുന്നത് പാർട്ടി ഫണ്ടിൽ നിന്നല്ല സേഫു, എൻ്റെയും നിൻ്റെയും ഒക്കെ നികുതി പണം ഉപയോഗിച്ചാണ്, നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ ഏർപ്പാടുകൾ മുഴുവൻ നടക്കുന്നത്. കുറേ സ്പോൺസർഷിപ്പ് പിടിച്ചിട്ടുണ്ട് ചില അത് പിരിവ് നടത്തിയിട്ട് ചില പരിപാടി നടത്തുന്നുണ്ട്. പിരിവ് കൊടുക്കുന്നവർക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ല, അതെ, വേറെ കണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം നിഷാദ് പറഞ്ഞ രീതി പിണറായി വിജയൻ സർക്കാർ മാത്രമേ എല്ലാ സർക്കാരുകളും ചെയ്യുന്ന പരിപാടിയാണ്. ഇതിലേറ്റവും മികച്ച PR ഈ നിലക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷേ ഇതിൻ്റെ കാലം കഴിഞ്ഞു. ഇത് ആളുകൾ ഇതൊക്കെ ഡൈസെക്റ്റ് ചെയ്യും, പരിശോധിക്കും, ട്രോളും. അപ്പോൾ സർക്കാരിന് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ എന്താണ് അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മികച്ച വഴികളുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാൾ ചിലവ് കുറവായിരിക്കും. അങ്ങനെ ഒരു കൺസൾട്ടൻസി എനിക്ക് തരികയാണ്, ഞാൻ ഏറ്റെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പഴയ പരിപാടികളാണ്. ഇതെന്താണ് ഇവരുടെ PR ഉപദേശകർ ഇതെന്താണ് പറഞ്ഞു കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇതിനേക്കാൾ എന്താ പറയുക ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളും ഏർപ്പാടുകളൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ ട്രോളപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന ഒരു പദ്ധതിയുമായിട്ട് ഇത്രയും പണച്ചെലവുള്ളൊരു പരിപാടിയായിട്ട് സർക്കാർ ഇറങ്ങിയത് വലിയ വിഡ്ഢിത്താണെന്നാണ് ഞാൻ പറയാം, നമ്പർ 1. ഇതിന് രണ്ടാമത്തെ സംഗതി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. അതിപ്പം നിഷാദ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതേസമയം ഇതിന് സാധാരണ സർക്കാരുകൾ ഇതിനെ മറികടക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ഇയർ ഉണ്ടാവുമല്ലോ, അവസാന വർഷത്തിൽ കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പറ്റുന്നില്ല, കെട്ടിക്കിടക്കുന്നു. അല്ല അവിടെയും എല്ലാ സ്ഥലത്തും അരിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉടമകളായി നമ്മൾ സംസാരിച്ചാൽ അവർ ഭയങ്കര രോഷത്തോടുകൂടി സംസാരിക്കും. കാരണം ഈ ഇൻഷുറൻസ് സ്കീമിൽ വന്നിട്ട് ചികിത്സിച്ച ആളുകൾക്ക് സർക്കാർ കൊടുക്കേണ്ട ഇതുണ്ടല്ലോ, അത് കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ ഡ്യൂ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഫണ്ട് ഫ്ലോ നിലക്കുമ്പോൾ മൊത്തം അത് എക്കണോമിയിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന മരവിപ്പുണ്ടല്ലോ, അത് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ പറ്റും, ബിസിനസ്സിൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവസാന വർഷം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അരിയേഴ്സ് ഉള്ളതെല്ലാം അങ്ങോട്ട് അവസാന വർഷം കൊടുത്തു തീർക്കും. ഇപ്പോൾ ഒരു 5 മാസത്തെ 6 മാസത്തെ 2 വർഷത്തെ കുടിശ്ശികയുള്ള ആളുകൾക്ക് ഇത് ഒന്നിച്ച് കിട്ടുക വിചാരിക്കുക, ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇത്രയും കാലം നമ്മളിത് പിടിച്ചു വെച്ചതാണെന്ന് പോലും അവർ ഓർക്കൂല. ഇതാണ് ഇതിൽ ചെയ്യുന്ന സർക്കാരുകൾ ചെയ്യാറുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അതിൻ്റെ റിസൾട്ടും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യുക, അരിയേഴ്സ് എല്ലാം കൊടുത്തു തീർക്കുക. കൂടുതൽ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഈ പറയുന്ന വെൽഫെയർ സ്കീമുകളിലൊക്കെ തുക കൂടുതൽ പ്രഖ്യാപിക്കുക. അങ്ങനെ കൂടുതൽ തുക പ്രഖ്യാപിച്ചാൽ അഥവാ തോൽക്കുകയാണെങ്കിലും ഇതിൻ്റെ ബാധ്യത മറ്റ് ഞങ്ങൾക്ക് വരില്ല, അടുത്ത ടീമിനാണ് വരിക. ഇങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കുകളുണ്ട്. ഇതാണ് പൊളിറ്റിക്സിൽ സാധാരണ സ്വീകരിക്കാറുള്ളത്. അതൊക്കെ സ്വീകരിക്കുമായിരിക്കും. അതിനൂടെ ഉണ്ടാകുന്നൊരു മൊമെൻറ്റത്തിലൂടെ തിരിച്ചു പിടിക്കാമെന്നൊക്കെയാണ് സാധാരണ വിചാരിക്കാറുള്ളത്. പക്ഷേ അതൊന്നും കേരളത്തിൽ നടക്കാറില്ല.